ദൈവം എന്തിനാണ് ഇങ്ങനെ രണ്ട് ഇതായിട്ട് വന്നേന്ന് അറിഞ്ഞു. ഈ യാത്ര ചെയ്യുന്ന ഒരു രണ്ട് ടൈപ്പ് ആൾക്കാരുണ്ട്. ഒന്ന് വേറെ കുഴപ്പമൊന്നുമില്ല, അവർ എൻജോയ് ചെയ്ത് എല്ലാ മൊമെന്റും എൻജോയ് ചെയ്യും, സ്ഥലങ്ങൾ പോയി കാണാൻ പറ്റുന്നുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. രണ്ടാമത്തെ ആൾക്കാരുണ്ട് ഞങ്ങളെ പോലെ. ഞങ്ങളുടെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കയറി കഴിഞ്ഞാൽ പിന്നെ കയറി ഇറങ്ങുന്നത് വരെയും വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് വരെയും ഛർദിലായിരിക്കും. കംപ്ലീറ്റ്ലി ഒരു രീതിയിലും എൻജോയ് ചെയ്യാൻ പറ്റൂല. ഇങ്ങനെ എന്തോ വന്നിരിക്കും, പിന്നെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. പിന്നെ അത് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത് ഗതി കെട്ടാ വൊമിറ്റ് ചെയ്യും. അങ്ങനെ ഒരു ഗതികെട്ട അവസ്ഥയാണ് അത്. ഒരു വിധത്തില് അവർക്ക് സുഖമായിട്ടിരുന്ന് ട്രിപ്പൊക്കെ പോവാം. എത്ര ഫോണിൽ നോക്കിയാലോ എത്ര ഫുഡ് കഴിച്ചാലോ അവർക്ക് ഛർദിലോ ഒന്നും വരില്ല. പക്ഷെ നമുക്കാണെങ്കിൽ ഒന്ന് ഫുഡ് കഴിച്ചിട്ട് ഒന്ന് കയറിയ അപ്പം തുടങ്ങും. അത് നമുക്ക് തോന്നുന്നതാണെന്ന് വിചാരിക്കും, പക്ഷെ നമ്മുടെ വയറ്റിലൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെ വയറ്റിന്ന് വരുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ വയറുവേദനയൊക്കെ എടുക്കുന്നതാണ്. അതുകൊണ്ട് ഭയങ്കര പാടാണ്. ഇത് എന്തിനാണ് ഇങ്ങനെ തന്നതെന്നൊന്നും അറിഞ്ഞുകൂടാ. നിങ്ങളെപ്പോലുള്ളവർ എൻജോയ് ചെയ്ത് പോവുക. നമുക്ക് നിങ്ങളെക്കുറിച്ച് അസൂയയാണ്, കാരണം നിങ്ങൾക്ക് നല്ല രീതിയിൽ പോകാൻ പറ്റും, നമുക്ക് ഇങ്ങനെ ഛർദ്ദിച്ച് കുടഞ്ഞ് അങ്ങനെ പോകാം. അവൾ പറഞ്ഞ കറക്റ്റ് തന്നെയാണ്. എന്തിനാണ് ഈ രണ്ട് ടൈപ്പ് ആൾക്കാർ? ഒന്നെങ്കിൽ എല്ലാവർക്കും ഒരേ സിറ്റുവേഷൻസ് കൊടുക്കണം, അല്ലെങ്കിൽ രണ്ടുപേർക്കും എല്ലാവർക്കും ഒന്ന് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പോലെ കൊടുക്കണം, അല്ലെങ്കിൽ രണ്ടുപേർക്കും വയ്യായ്മ കൊടുക്കണം. ഇത് രണ്ടുപേർക്കും രണ്ടായിട്ട് വരുമ്പോൾ സത്യം അസൂയാണ് തോന്നുന്നത്. ഇങ്ങനെ ഒരു വിഷയം ഇല്ലാത്ത ഒരു പുണ്യം ചെയ്തു തരുന്ന ഞാൻ പറയും. അത്രയ്ക്കൊരു വൃത്തികെട്ട അവസ്ഥയാണ്, എനിക്ക് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വയ്യ.